ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളുണ്ട്. ആ ഉപാധികളിൽ എവിടെയും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന അടിസ്ഥാന പ്രശ്നമില്ല. ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയുള്ള ഉപാധികൾക്ക് എന്തിനാണ് അതിലെ ഒരു വാറിംഗ് പാർട്ടിയായ അതർ ടീം ഇനി മുതൽ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇത് ക്ലോസ് വയ്ക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അതായത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിലുള്ള വെടിനിർത്തലാണ്. അതിൽ ആ വെടിനിർത്തലിന് ശേഷം മറ്റേ കക്ഷി ആയുധം താഴെ വെച്ച് അവിടെ നിന്ന് പോകണം. അങ്ങനെ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ അതൊരു വെടിനിർത്തലിന് വേണ്ടി സാധ്യമാവുന്ന ഒരു നെഗോഷിയേഷന് പറ്റിയ ക്ലോസുകളല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ ലോജിക്കില്ലായ്മ കൊണ്ട് തന്നെ അത് ഹമാസ് സ്വീകരിക്കാൻ സാധ്യതയില്ല. ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്. വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഒരിക്കലും ഹമാസ് നെഗറ്റീവായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. അവരതിൽ ചർച്ച നടത്തും. അവർക്ക് അംഗീകരിക്കാവുന്ന അംഗീകരിക്കും, അല്ലാത്തവ തള്ളിക്കളയും. ഈ 20 നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് ട്രംപ് പറയുന്നത് 72 മണിക്കൂറിനുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതൊരു ഭീഷണിപ്പെടുത്തുകയാണ്, ഒരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനതിനെ ഈ 20 നിർദ്ദേശത്തെ സീരിയസ് ആയിട്ട് കാണുന്നേയില്ല. കാരണം അത് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമല്ല. പകരം ഹമാസിനെ കുറേ കൂടി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ 72 മണിക്കൂർ ഒരു നെഗോഷിയേറ്റർ പറയുകയാണ്, ഞാനിതാ വെടിനിർത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു, നിങ്ങളത് 72 മണിക്കൂറിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകും. അത് നെഗോഷിയേഷൻ എന്നാണ് പറയുക, ഒരു പീസ് ടോക്ക് എന്നാണ് പറയുക? അല്ലല്ലോ, അതൊരു ഭീഷണി മാത്രമാണ്. അപ്പോൾ അത്തരം ഭീഷണികൾക്ക് ഹമാസ് വഴങ്ങും എന്ന് ഈ 2 വർഷത്തെ ഈ ക്ലാഷിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ടുള്ള ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ ട്രംപ് എത്രമാത്രം ബുദ്ധിശൂന്യനായിരിക്കും.